ഓസ്തിയിൽ നിന്നെ കാണുന്നു, നിനക്കാരാധന. എന്റെ സ്നേഹം നൽകിടും നാഥാ, നിനക്കാരാധന. ദൈവപിതാവിനെയും ദൈവകുമാരനെയും പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധ ത്രിത്വത്തെ ഈ നിമിഷങ്ങളിൽ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഈ ആത്മാവിൻ്റെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപ ലഭിക്കുവാനായിട്ട്, അനുഗ്രഹം ലഭിക്കുവാനായിട്ട് താഴ്മയോടെ ആയിരുന്നുകൊണ്ട് ആരാധിക്കാം. ദൈവത്തെ ആരാധിക്കേണ്ടത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടിയാണ് എന്ന് ഒന്നാമത്തേതും പ്രഥമവുമായ കൽപ്പന നമ്മെ ഓർപ്പിക്കുന്നു. ഈശോയുടെ വചനങ്ങളെ ഓർത്തുകൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളെ ഓർത്തുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ സർവശക്തിയോടെ ദൈവത്തെ നമുക്ക് ഈ നിമിഷം ആരാധിക്കാം. പൂർണ്ണാത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും സർവശക്തിയാലേ
ദൈവത്തെ നമുക്ക് ആരാധിക്കാം. മനസ്സും ശരീരവും ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ പ്രകടനങ്ങളോട് ചേർത്ത് നമുക്കും ദൈവത്തെ ആരാധിക്കാം. ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കാം. യേശുവിന്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടട്ടെ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം. പരിശുദ്ധ ത്രിത്വമേ ആരാധന, പരിശുദ്ധ ത്രിത്വമേ ആരാധന. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി. ദൈവമേ സ്തുതി, ആരാധന, ആരാധന. യേശുവേ നന്ദി, ആരാധന, 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 ആരാധന. പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം 14-ാം തിരുവചനം. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃപ ലഭിക്കുവാനുള്ള ദൈവത്തിൻ്റെ സന്ദേശം ഇതാണ്. പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ അന്വേഷിക്കുക. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ മേൽ കൃപ വർഷിക്കുന്നു. ഈ ഒരു ചിന്ത നമുക്ക് ഓർക്കാം. ഇതിനെ ഇല്ലെങ്കിൽ ഈ വചനത്തെ നമ്മുടെ ജീവിതത്തിൽ ഹൃദിസ്ഥമാക്കാം. പ്രഭാതത്തിൽ ഞാൻ ഇന്നു മുതൽ ഉണരും, ദൈവത്തെ ആരാധിക്കും, അന്വേഷിക്കും. അപ്പോൾ അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ കൃപകൾ വർഷിക്കും എന്ന് പ്രഭാഷകന്റെ പുസ്തകം 34:17 നമ്മൾ കാണുന്നുണ്ട്. ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ്, തൻ്റെ ആശ്രയം അവൻ അറിയുന്നു. കർത്താവിനെ അന്വേഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അവനെ കർത്താവ് താങ്ങുന്നു. ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകും എന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. 17 മുതൽ 17 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ ഇപ്രകാരമാണ് നമ്മൾ കാണുക. കർത്താവ് അവരെ കടാക്ഷിക്കുന്നു. ഒരു ദൈവഭക്തനെ കർത്താവ് കടാക്ഷിക്കുന്നു. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ ദൈവം അവനെ കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണം നൽകുന്നു. മൂന്നാമതായിട്ട് ദൈവം ഉറപ്പുള്ള താങ്ങും തണലുമാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് കാനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ മേഘമായും അഗ്നിസ്തംഭമായും ദൈവം അവർക്ക് മുൻപേ പോയി. അത് നമ്മൾ മനസ്സിലാകേണ്ടത് ഇതാണ്. ദൈവം നൽകുന്ന ചിത്രവും ഇത് തന്നെയാണ്. ദൈവത്തെ ഭക്തിയോടെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും അവനെ അന്വേഷിക്കുകയും ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ഉറപ്പുള്ള താങ്ങും തണലും കോട്ടയുമായിട്ട് വരും എന്ന് വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ചുടുകാറ്റിൽ അഭയശിലയായിട്ട് അവൻ വരുന്നു. ഇടറാതിരിക്കുവാൻ സംരക്ഷണവും വീഴാതിരിക്കുവാൻ അവൻ നമുക്ക് ഉറപ്പും നൽകുന്നു. ഒരു ദൈവ പൈതൽ, ഒരു ദൈവമകൻ, ദൈവമകൾ, ദൈവത്തിൻ്റെ മകളെന്നും മകനെന്നും വിളിക്കപ്പെടുന്നതിന് അടിസ്ഥാനപരമായിട്ട് അവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനാകണം എന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു വചനത്തെ ഓർത്തുകൊണ്ട് തമ്പുരാനോട് സ്നേഹമുള്ളവരാകാം. ഓരോ പ്രഭാതത്തിലും നേരത്തെ ഉണർന്ന് കർത്താവിനെ നമുക്ക് അന്വേഷിക്കുന്നവരാകാം. അങ്ങനെ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ കർത്താവ് നമ്മുടെ മേൽ കൃപകൾ വർഷിക്കും. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 34-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നതും അതുതന്നെയാണ്. ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പലപ്പോഴും ദൈവം നമുക്ക് ഉത്തരം നൽകാത്തത് കുറേ ചോദ്യങ്ങൾ മാത്രം തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ അയക്കും. ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കാറില്ല. ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ദൈവത്തെ തേടുവാനും ദൈവത്തെ അന്വേഷിക്കുവാനുമുള്ള ഒരു വെമ്പൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്ത് 1-ാം അധ്യായത്തിൽ ദൈവം ചോദിക്കുന്നുണ്ട്, ദൈവത്തെ തേടുന്നവരുണ്ടോ എന്ന് ദൈവം മുകളിൽ നിന്ന് ഉറ്റുനോക്കുന്നു എന്ന്. അപ്പോൾ ദൈവത്തെ തേടുന്നവരുണ്ടോ? ഉണ്ട് എങ്കിൽ തീർച്ചയായും അവിടുന്ന് അവനെ അനുഗ്രഹിക്കും,
അവന് ഉത്തരമരുളും എന്ന് വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. വീണ്ടും കർത്താവിനെ നോക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ പ്രകാശപൂരിതങ്ങളായിട്ട് മാറുക. അന്ധകാരമയമായ നമ്മുടെ ജീവിതങ്ങൾ, ഇരുൾ മൂടിയ മാനസങ്ങൾ തെളിമയുള്ളതായി വരണമെങ്കിൽ കർത്താവിനെ നോക്കുന്നവരാകണം. കർത്താവിനെ നോക്കുന്നവർ പ്രകാശിതരായി എന്ന് സങ്കീർത്തനം ഈ 34:17 മുതലുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കർത്താവിനെ നോക്കാൻ ഇതാ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിൽ ഇതാ നിൽക്കുന്നു. നാഥനെ ഒന്ന് നോക്കാം. അവൻ്റെ മുഖത്തെ ശോഭയിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ മുഖശോഭയാൽ നമ്മൾ പ്രകാശിതരായിട്ട് മാറുകയാണ്. സീനായി മലയിൽ ദൈവം മോശയെ മലമുകളിലേക്ക് വിളിച്ചപ്പോൾ മോശ ദൈവത്തെ മുഖാമുഖം കണ്ടു. കൽപ്പനകൾ നൽകുമ്പോൾ മോശ ദൈവത്തെ കണ്ടതുകൊണ്ട് അവൻ മുഖം മറച്ചു ഭയം കൊണ്ട്. മോശ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ മോശയെ നോക്കുവാനായിട്ട് ഇസ്രായേൽക്കാർക്ക് സാധിച്ചില്ല. കാരണം മോശയുടെ മുഖം പ്രകാശത്താൽ ശോഭിതമായിരുന്നു. അഥവാ മോശയുടെ മുഖത്തെ തേജസ് ജനത്തിന് ദർശിക്കുവാൻ സാധിക്കാത്ത വിധം അത്രമാത്രം പ്രഭയുള്ളതായിരുന്നു. അതുകൊണ്ട് മോശയോട് അവർ പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു. വീണ്ടും താബോർ മലയിൽ ഈശോ രൂപാന്തരപ്പെട്ടപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും ഉണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ മഹത്വം കണ്ടപ്പോൾ അവരുടെ മുഖം പ്രകാശിതമായി. ഇന്ന് ഈ ദിവ്യനാഥനിതാ ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകൾ ഉയർത്തി ഹൃദയം കൊണ്ട് എൻ്റെ തമ്പുരാനെ എന്ന് വിളിക്കുവാൻ, എൻ്റെ ഈശോയെ എന്ന് വിളിക്കുവാൻ നമുക്കൊക്കെ ഒന്നാവട്ടെ. 84-ാം സങ്കീർത്തനത്തിൽ ഒരു ഭക്തൻ ഒരു ദേവാലയത്തിലും ദൈവസാന്നിധ്യത്തിലുമായിരിക്കുമ്പോൾ എപ്രകാരമാണ് എന്ന് അവൻ്റെ ഹൃദയ വിചാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവേ, നിൻ്റെ അങ്കണം കാണുവാൻ എൻ്റെ ആത്മാവ് വാഞ്ചിക്കുന്നു എന്ന്. വീണ്ടും സങ്കീർത്തകൻ പറയുന്നുണ്ട്, കുരുകിൽ പക്ഷി ദേവാലയത്തിൽ അഭയം കണ്ടെത്തി, മീവൽ പക്ഷി ബലിപീഠത്തിൽ അതിനുള്ള കൂടും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് സങ്കേതമായി തീരേണ്ടത് കർത്താവിൻ്റെ ഈ ബലിപീഠവും അവിടുത്തെ വിശുദ്ധ ശരീര രക്തങ്ങളുമാണ്. അഥവാ ദിവ്യകാരുണ്യനാഥനിലാണ് നമ്മൾ അഭയം തേടേണ്ടത്. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് സൂക്ഷിക്കാം. കർത്താവിനോട് ചേർന്നിരിക്കാം. അവനെ തേടുന്നവരാകാം, അന്വേഷിക്കുന്നവരാകാം. അവൻ്റെ മുഖശോഭയിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ഇരുളുകളെ മാറ്റുവാൻ നീ കൃപയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്ന യോഹന്നാൻ ഹൃദയത്തിൻ്റെ നിമന്ത്രണങ്ങൾ അറിഞ്ഞവനായിരുന്നു. അത് അറിയണമെങ്കിൽ അവനോട് ചേർന്നിരിക്കുവാൻ, അവനെ ഒന്നുറ്റുനോക്കുവാൻ, അവൻ്റെ ഹൃദയത്തുടിപ്പുകൾ മനസ്സിലാക്കി അവനിലേക്ക് നമ്മുടെ ഹൃദയം ചേർത്ത് വെക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ഒരു മനോഭാവത്തോടു കൂടി ദൈവസന്നിധിയിൽ ആയിരിക്കാം. 84-ാം സങ്കീർത്തകൻ പാടുന്നത് പോലെ, ദൈവമേ, നിൻ്റെ ഗ്രഹം എത്ര മനോഹരം, നിൻ്റെ ഭവനത്തിലായിരിക്കുന്നത് എത്രയോ ശ്രേഷ്ഠം. ഗേഹത്തിൽ വസിക്കുന്നതിനേക്കാൾ നിൻ്റെ ഗ്രഹത്തിൽ ഒരു ദിവസം എത്രയോ അഭികാമ്യം. നമുക്കും സങ്കീർത്തകനോട് ചേർന്ന് ഈ ഗാനം ആലപിച്ചുകൊണ്ട് ഈ നാഥനെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കാം. ഈശോയെ, നീ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ ജീവിതത്തിൽ എഴുന്നള്ളി വന്നുകൊണ്ട് നീ കൂടെ ആയിരിക്കണമേ. നിന്നെ കാണുവാനും നിൻ്റെ ഭവനത്തിലായിരിക്കുവാനും കൂടെ ആയിരിക്കുവാനുമുള്ള അനുഗ്രഹം എനിക്ക് തരണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോ ഭാഗ്യവാന്മാർ. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോ ഭാഗ്യവാന്മാർ. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം, കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ, കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ.
ഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിഗ്രഹത്തിലേക ദിവസം കാമ്യമല്ലോ. അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻഗൃഹത്തിലേക ദിവസം കാമ്യമല്ലോ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിഗ്രഹത്തിൽ വാഴുവോ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. എത്ര മനോഹരമാണ് ദൈവത്തിൻ്റെ ഭവനത്തിൽ ആയിരിക്കുന്നത്. എത്ര ശ്രേഷ്ഠമാണ് കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത്. ഈ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് പത്രോസ് മലമുകളിൽ ഈശോയോട് പറഞ്ഞു, കർത്താവേ, ഇവിടെ ആയിരിക്കുന്നത് എത്ര നല്ലതാണ്. ഈ ഒരു അനുഭവത്തിലേക്ക് വരണമെങ്കിൽ ദൈവത്തെ തേടുന്നവരാകണം, ദൈവത്തെ അന്വേഷിക്കുന്നവരാകണം, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരാകണം, അവൻ്റെ മുഖശോഭയാൽ പ്രകാശിക്കുന്നവരാകണം. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ കൂടാരമടിക്കുവാൻ, ആയിരിക്കുവാൻ നമുക്ക് സാധിക്കും. എത്ര നാളിരുന്നാലും മടുപ്പ് തോന്നുകയില്ല. ഒരിക്കലും ഒരു മടുപ്പും തോന്നാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറെ സമയം ഇരിക്കുവാൻ, മറ്റ് ചിന്തകളൊന്നുമില്ലാതെ പത്രോസ് പറഞ്ഞതുപോലെ ഇവിടെ ആയിരിക്കുന്നത് എത്ര നല്ലതാ കർത്താവേ. നമുക്കിവിടെ ആയിരിക്കാം. 3 കൂടാരങ്ങൾ തീർക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഏലിയായിക്ക്. ഈ ഒരു മനോഭാവത്തോടെ ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ചിന്തകളോടുകൂടി തമ്പുരാൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം നമുക്കായിരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും പ്രകാശിപ്പിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയ വിചാരങ്ങളെ കർത്തൃസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. മറിയം അവൻ്റെ പാദത്തിങ്കലിരുന്നപ്പോൾ അവളുടെ ചിന്തകളെല്ലാം അവൻ അറിഞ്ഞു. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ആകുലതകൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങൾ, അസ്വസ്ഥതകൾ, ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ, ദൈവം തന്ന നന്മകൾ, എണ്ണി തീരാത്ത കൃപകളാൽ ഓരോ ദിവസവും ദൈവം നമ്മളെ പരിപാലിച്ചു. അതിനെല്ലാം നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവേ, എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി നിൻ്റെ മുൻപിൽ ഞാനിതാ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി നിൻ്റെ മുമ്പിൽ ഞാനിതാ സമർപ്പിക്കുന്നു. നീ എന്നെ കൈക്കൊള്ളണമേ, നീ എന്നെ സ്വീകരിക്കണമേ, എന്നെ മാറ്റണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലടച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. നല്ല മാതാപിതാക്കളെ തന്ന ദൈവം, ദൈവത്തിൻ്റെ അനന്ത പരിപാലനയാണ് നല്ല മാതാപിതാക്കൾ, നല്ല സഹോദരങ്ങൾ. ഒരുപക്ഷെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മുടെ കണ്ണുകളിലുണ്ടാവാം, പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവർ വിശുദ്ധരാണ്. ഈ ഒരു സത്യം നമ്മൾ ഓർത്തിരിക്കാം. നമ്മളുടെ കണ്ണുകൾ കുറ്റമുള്ളതുകൊണ്ടാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മൾ കാണുന്നത്, നമ്മുടെ മറ്റുള്ളവരിലെ നന്മകൾ കാണാൻ കഴിയാതെ പോകുന്നത്. നമ്മുടെ മാതാപിതാക്കൾ അവർ നമുക്ക് വേണ്ടി അധ്വാനിച്ചവരാണ്, അവർ നമുക്ക് വേണ്ടി ജീവിച്ചവരാണ്. അവരുടെ കുറവുകൾ, അവരുടെ സ്നേഹത്തെ ഓർക്കുമ്പോൾ അത് ക്ഷമിക്കാൻ സാധിക്കുന്നതാണ്. അവരെയെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. എൻ്റെ ഈശോയെ, ഇത്ര നല്ല മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അവരെയെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ജീവിതങ്ങളെയും എൻ്റെ ജീവിതങ്ങളെയും ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ അടിയറവ് വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവനുമെൻ
സർവസ്വം നിൻ മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലണച്ചു കുമ്പിടുന്നു. കർത്താവ് നൽകിയ എല്ലാ ദാനങ്ങളും, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ എല്ലാം പഠന മേഖലകൾ എല്ലാം ദൈവമേ ഒരിക്കൽ കൂടി സമ്പൂർണ്ണമായി ഞാനിന്ന് നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഇവയെല്ലാം സ്വീകരിച്ച് ഈ ദിവസത്തെ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തെ, എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാനുമായി ബന്ധപ്പെടുന്നവരെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മുടെ ശിരസ്സുകളെ നമുക്ക് നമിക്കാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ നിത്യമഹോന്നത അപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതനീ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നീ